ബഹിരാകാശത്തും ചന്ദ്രനിലും മനുഷ്യരെത്തി. നിരവധി പദ്ധതികളും പരീക്ഷണങ്ങളും ഇന്നും ശാസ്ത്രലോകത്ത് ഇത്തരം യാത്രകളുമായി ബന്ധപ്പെട്ട് പണിപ്പുരയിൽ നടക്കുന്നുണ്ട്. എങ്കിൽ ഇനി യാത്ര സൂര്യനിലേക്ക് ആയാലോ? എന്നാൽ എപ്പോഴുമുള്ള ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യം എന്ന് പറയുന്നത് സൂര്യനിൽ മനുഷ്യർക്ക് പോകാൻ സാധിക്കുമോ എന്നാണ്. അഥവാ സൂര്യനിൽ പോയാൽ തന്നെ എന്താകും അവസ്ഥ? സൂര്യതാപം എന്നും എപ്പോഴും അതികഠിനമായിരിക്കും. ഇത് നമുക്കറിയാം. സൂര്യന്റെ കൊറോണയുടെ താപനില എന്ന് പറയുന്നത് ഏകദേശം 10 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ്. അതായത് ശരാശരി ഭൂമിയിലെ ലാവയുടെ താപനില വെച്ച് കണക്കാക്കിയാൽ 900 മടങ്ങ് അധികമുണ്ടാകും. ആയതിനാൽ തന്നെ സൂര്യനിലേക്ക് മനുഷ്യർ പോകുകയാണെങ്കിൽ താപനിലകളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള പേടകങ്ങൾ സജ്ജീകരിക്കണം. നിലവിൽ ശാസ്ത്രലോകം ഇത്തരം വസ്തുക്കൾ വികസിപ്പിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. കൂടാതെ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് സൂര്യന് സമീപത്ത് എത്തുമ്പോൾ അനുഭവപ്പെടുന്ന പ്രകാശം കൂടുതലായിരിക്കും. അത് ഭൂമിയിൽ നിന്ന് പോകുന്നവർക്ക് താങ്ങാൻ കഴിയില്ല. അതിനാൽ തന്നെ ഇവിടേക്ക് മനുഷ്യർ പോകുന്ന പേടകത്തിൽ പ്രകാശകിരണം തിരികെ പ്രതിഫലിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങളും സൗകര്യവും കൂടി ഒരുക്കേണ്ടി വരും. ഇനി അടുത്തത് ക്രോമോസ്ഫിയർ എന്ന മേഖലയാണ്. അത് അതികഠിനമായിരിക്കും. യാത്ര അത്ര എളുപ്പമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ക്രോമോസ്ഫിയർ സൂര്യന്റെ അന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പാളിയാണ്. വർണ്ണഗോളം എന്നും ഈ പാളിക്ക് ശാസ്ത്രലോകം പേരിട്ട് വിളിക്കുന്നുണ്ട്. ഫോട്ടോസ്ഫിയറിന് മുകളിലായും കൊറോണയ്ക്ക് താഴെയുമാണ് ഈ പാളി സ്ഥിതി ചെയ്യുന്നത്. ഹൈഡ്രജൻ വാതകം കൂടുതലായുള്ള ഇവിടം ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുക. ഈ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും 3000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇവിടെ അഗ്നിജ്വാലകൾ തീ ഊതുന്ന പോലെ എപ്പോഴും കാണപ്പെടും. ആ ഘട്ടം കഴിഞ്ഞാൽ മാത്രമാണ് സൂര്യമണ്ഡലത്തിൽ എത്താൻ സാധിക്കൂ. അതായത് ഫോട്ടോസ്ഫിയർ. ഈ സൂര്യമണ്ഡലമാണ് നമ്മൾ കാണുന്ന സൂര്യൻ. ഇവിടെ സൂര്യന്റെ ഗുരുത്വബലം വളരെ കൂടുതലായിരിക്കും. ആയതിനാൽ തന്നെ ഇവിടെ എത്തുന്ന ഏതൊരു മനുഷ്യരുടെയും എല്ലുകൾ ഒടിയാനും ശരീരത്തിന് കേടുപാടുകൾ പറ്റാനുമുള്ള സാധ്യത ഏറെയാണ്. ഭൂമിയെ പോലെ കട്ടിയുള്ള ഉപരിതലമല്ല സൂര്യന് എന്നതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും പേടകം ലാൻഡ് ചെയ്യിപ്പിക്കണമെങ്കിൽ തന്നെ വിചാരിക്കുകയാണെങ്കിൽ അത് പ്രയാസമാണ്. അതായത് കത്തിജ്വലിക്കുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. ആ സൂര്യനിലെ സൺസ്പോട്ടുകൾ ചിലതിന് ഭൂമിയേക്കാൾ വലുപ്പമുണ്ട്. ഇടയ്ക്കിടെ സൗരജാലകങ്ങൾ ഇവിടെ ഉടലെടുക്കും. അത് നമുക്ക് പ്രവചിക്കാൻ പോലും സാധിക്കാത്ത അത്രയാണ്. കാരണം ആ ജാലകൾക്ക് 1000 കോടി ആണവ ബോംബുകളിൽ നിന്ന് പുറന്തള്ളുന്ന ഊർജത്തിന് സമാനമാണ്. സൗരമണ്ഡലത്തിലുള്ള താപനില 20 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. നമ്മുടെ പേടകത്തിന് ഇത്രയും താപനില ചെറുക്കാനൊന്നും സാധിക്കില്ല. പിന്നീടുള്ള സൂര്യന്റെ ഉള്ളറയിലേക്ക് കാത്തിരിക്കുന്നത് അതിലും താപനിലയും സമ്മർദ്ദവും കൂടിക്കലർന്ന ഒരു മേഖലകളാകും. മൊത്തത്തിൽ പറഞ്ഞാൽ സൂര്യയാത്ര പ്രായോഗികമല്ല എന്നാണ് ശാസ്ത്രലോകവും പറയുന്നത്. പക്ഷേ കാത്തിരിക്കാം സൂര്യനെ അടുത്തറിയാനുള്ള യാത്രയ്ക്കായി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.